ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഇജസ് ഓൺലൈൻ ട്യൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് SLC മാത്സ് ചാപ്റ്റർ 1 അർത്ഥമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിൽ വരാൻ ചാൻസ് ഉള്ള മിഡ് ടേം എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഒട്ടും വൈകിയുള്ള നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. The fifth term of an arithmetic sequence is 25 and the 11th term is 49. നമുക്ക് തന്ന കാര്യമാണ് അഞ്ചാമത്തെ ടേം അർത്ഥമെറ്റിക് സീക്വൻസിന്റെ അഞ്ചാമത്തെ ടേം 25 എന്നും 11ാമത്തെ ടേം 49 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നെ 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് ദ ഫസ്റ്റ് ടേം, ഒന്നാം പദം കണ്ടുപിടിക്കുക. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് ദ 20th ടേം, 20ാം പദം നമ്മൾ കണ്ടുപിടിക്കാം. നമുക്ക് തന്ന കാര്യമാണ് ഗിവൺ 5th ടേം 25 എന്നും 11th ടേം 49 എന്നും നമുക്ക് തന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ടേം ഡിഫറൻസ് ആയി പൊസിഷൻ ഡിഫറൻസ് അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ടേം ഡിഫറൻസ് എത്രയാണ്? 11 മൈനസ് 5 ബൈ പൊസിഷൻ ഡിഫറൻസ് എത്രയാണ്? 49 മൈനസ് 25. അപ്പോൾ എത്ര വരും? 6 ബൈ 24. രണ്ട് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടി? 4. അപ്പോൾ നമുക്ക് കിട്ടി കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് D ഈസ് ഈക്വൽ ടു 4 എന്ന് നമുക്ക് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ഫസ്റ്റ് ടേം, ഒന്നാം പദം കണ്ടുപിടിക്കാം. ഒന്നാം പദം നമ്മൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ x1 ഈസ് ഈക്വൽ ടു നമുക്ക് ഓൾറെഡി തന്ന കാര്യമാണ്, x5 നമുക്ക് ഓൾറെഡി തന്ന കാര്യമാണ്. അപ്പോൾ x5നോടൊപ്പം എത്ര കോമൺ ഡിഫറൻസ് കുറച്ചാലാണ് x1 കിട്ടുക? 4 കോമൺ ഡിഫറൻസ് കുറച്ചല്ലേ കിട്ടുക. അതാണ് ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ x1 ഈസ് ഈക്വൽ ടു x5 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് തന്നിട്ടുണ്ട്? 25 എന്താന്നിട്ടുണ്ട്? മൈനസ് 4 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ് നമുക്ക് നേരത്തെ കിട്ടിയത്? 4 അല്ലേ? 4 ഇൻറ്റു 4. അപ്പോൾ 25 മൈനസ് 4 ഇൻറ്റു 4 എത്രയാണ്? 16. അപ്പോൾ 25 മൈനസ് 16 എത്ര കിട്ടി? 9. അപ്പോൾ ഫസ്റ്റ് ടേമിനെ x1 എന്നും f എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ f കണ്ടാലും x1 കണ്ടാലും എന്താണ്? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ദെൻ സി ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് 20th ടേം. 20th ടേം നമ്മൾ കണ്ടുപിടിക്കാനാണ് നമുക്ക് സി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. കണ്ടുപിടിച്ചാലോ? അപ്പോൾ x20 പറയുന്നത് x5. നമുക്ക് x5 നമുക്ക് ഓൾറെഡി തന്ന കാര്യമാണ്. ആ തന്നതിൽ തന്നെ ഏറ്റവും ചെറുത് എന്താണ്? x5 ആണ് അല്ലേ? എത്രയും തന്നിട്ടുണ്ട്? 25 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ x20 കാണണമെന്നുണ്ടെങ്കിൽ x5നോടൊപ്പം എത്ര കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് നമുക്ക് x20 കിട്ടുക? 15 കോമൺ ഡിഫറൻസ് അല്ലേ? അത് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ x5 എന്ന് പറയുന്നത് എന്താണ്? 25 പ്ലസ് 15 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു നേരത്തെ? 4 അല്ലായിരുന്നോ? 15 ഇൻറ്റു 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 25 പ്ലസ് 15 ഇൻറ്റു 4 എത്രയാണ്? 60. അപ്പോൾ 25 പ്ലസ് 60 എത്രയാണ്? 85 അല്ലേ? അപ്പോൾ 85 ആണ് നമ്മുടെ 20th ടേം. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? കൺസിഡർ ദ അരിത്മെറ്റിക് സീക്വൻസ് 7, 13, 19. നമുക്ക് തന്ന കാര്യമാണ് 7, 13, 19 അരിത്മെറ്റിക് സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഈസ് 151 എ ടേം ഓഫ് ദി സീക്വൻസ് y. 151 എന്ന് പറയുന്ന നമ്പർ ഈ ഒരു സീക്വൻസിലെ ടേം ആണോ? y. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടില്ലേ 151 ഈസ് എ ടേം, ഫൈൻഡ് ഇറ്റ്സ് പൊസിഷൻ. അപ്പോൾ 151 ഒരു ടേം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് പയ്യെ ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്താണ്? കോമൺ ഡിഫറൻസ് ആണ് അല്ലേ? അപ്പോൾ കോമൺ ഡിഫറൻസ് നമ്മളോട് ഇന്നൊരു അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 13 മൈനസ് 7 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? കോമൺ ഡിഫറൻസ് കിട്ടി. അത്രയും നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഒരു അരിത്മെറ്റിക് സീക്വൻസ് നമുക്ക് ഇങ്ങനെ തരുവാണ്. 7, 13, 19 എന്ന് പോകുന്ന ഇങ്ങനെ ഒരു അരിത്മെറ്റിക് സീക്വൻസ് നമുക്ക് തരുവാണ്. അപ്പോൾ അതിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായി നമ്മൾ എന്ത് ചെയ്താൽ മതി? x2 മൈനസ് x1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? കോമൺ ഡിഫറൻസ് കിട്ടി. അപ്പോൾ അതാണ് ഈ ഒരു ഭാഗത്തെ ഇക്വേഷനാണ് x2 മൈനസ് x1 എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടും കേട്ടോ. ഇവിടെ x1 എന്ന് പറയുന്നത് 7ഉം x2 എന്ന് പറയുന്നത് 13ഉം ആണ്. അപ്പോൾ നമുക്ക് 13 മൈനസ് 7 ചെയ്ത് നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. എത്രയാണടാ? 6. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ്? 6. അപ്പോൾ D ഈസ് ഈക്വൽ ടു 6 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് പട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത സബ് ക്വസ്റ്റ്യൻ ആണ് ഈസ് 151 ഈസ് എ ടേം. അപ്പോൾ ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് ഏതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ്? 7, 13, 19 എന്നുള്ള ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ 151 എന്ന് പറയുന്ന ഈ ഒരു നമ്പർ ടേം
ടേം ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആണോ? അപ്പൊ അത് നോക്കാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതിയടാ? 151 മൈനസ് എഫ് ഈസ് ഡിവിസിബിൾ ബൈ ഡി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? തന്ന നമ്പറിനെ നമ്മൾ ഫസ്റ്റ് ടേം കൊണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവിസിബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് അത് ഡിവൈഡ് എക്സാക്ട്ലി റിമൈൻഡർ 0 ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് എന്താണ്? ടേം ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. തന്ന കാര്യം നമുക്ക് ആദ്യം എഴുതാം. x1 is equal to 7, d is equal to 6. പിന്നെ നമ്മളോട് പറഞ്ഞ കാര്യമാണ് 151 മൈനസ് 7 വിച്ച് ഈസ് ഡിവൈഡഡ് ബൈ ഡി. ഡി എത്രയാണ്? 6. നമുക്ക് ഇതിന് പോയ എത്രയാണ്? 144. അതേ ഡിവൈഡഡ് ബൈ 6. സുഖമായി നമുക്ക് വെട്ടി പോവില്ലേ? എത്രയാണടാ? 24 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 24 നമുക്ക് റിമൈൻഡർ എന്താണ്? എക്സാക്ട്ലി റിമൈൻഡർ നമുക്ക് 0. അപ്പോൾ ഇത് ടേം ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? അപ്പോൾ യെസ്, ഇറ്റ്സ് എ ടേം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. n is equal to 1 plus term minus f by d. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 1 plus 151 മൈനസ് 7 ഡിവൈഡഡ് ബൈ 6 ചെയ്ത് നോക്കിയാലോ? അപ്പൊ എന്ത് കിട്ടും? 1 plus 144 ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടും. അപ്പൊ എന്ത് കിട്ടി? 144 ബൈ 6 എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. ഈ ഒരു 1 നമ്മളോട് കൂട്ടാൻ പറഞ്ഞാൽ നമുക്ക് ഇവിടെ കൂട്ടിക്കൂടെ? +1 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 25. 151 ഒരു ടേം ആണെന്ന് ചോദിച്ചാൽ നമുക്ക് ടേം ആണെന്ന് കിട്ടി. ഏതാണ് പൊസിഷൻ നമ്പർ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണെന്ന് കിട്ടി? 25ാമത്തെ പൊസിഷനാണ് നമുക്ക് കിട്ടി. പിന്നെ ദിവസം ഇത്രയോട്. ഡു ഫോളോ ഫോർ മോർ.